നിലമ്പൂരിൻ്റെ CPM ഓഫീസിൻ്റെ 5 അടി ദൂരത്തിലാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം മുന്നേ 314 ദിവസം ബിന്ദു വൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ പട്ടിണി സമരം നടന്നത്. ആ സമരത്തിൻ്റെ അവസാനം ആ ബിന്ദു വൈലാശ്ശേരി എന്ന സ്ത്രീ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് സർക്കാരിന് ബോധ്യം വന്നപ്പോഴാണ് അവരുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയുണ്ടാക്കി 6 മാസത്തിനുള്ളിൽ 60 കുടുംബങ്ങൾക്ക് 50 സെന്റ് ഭൂമി വീതം നൽകുമെന്ന് കളക്ടറുടെ ഉറപ്പിന്മേൽ എഗ്രിമെന്റിന്മേൽ ആ സമരം അവസാനിപ്പിച്ചത്. ഒരു വർഷത്തിനിപ്പുറവും ആ ഭൂമി കിട്ടാതെ ആ പാവപ്പെട്ട ആദിവാസി മനുഷ്യർ ഇന്ന് മലപ്പുറം ജില്ലാ കളക്ടറേറ്റിന്റെ മുന്നിൽ ഒരാഴ്ചക്കാലത്തിലധികമായി സമരം നടത്തുകയാണ്. ആ വിഷയത്തിൽ സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഈ ഇടതുപക്ഷമാണ് ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തിയത്. എന്നോട് ചോദ്യം ചോദിച്ച സുഹൃത്ത് ചരിത്രബോധം കുറച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അല്പമൊന്ന് പുറകോട്ട് പോകണം. 1957 പ്രഥമ EMS നേതൃത്വത്തിൽ നടത്തി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, 1957 ശേഷം അല്ലെങ്കിൽ 47 മുതൽ ഇങ്ങോട്ട് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് നിർണായകമായ സ്വാധീനമുള്ള എത്ര സംസ്ഥാനങ്ങളുണ്ടായിരുന്നു? എത്ര സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി? നിങ്ങൾ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടില്ല. ഉള്ള ഭൂപരിഷ്കരണ നിയമം ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് തുരങ്കം വെച്ചവരാണ് നിങ്ങൾ. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെൻറ് ഈ 6 ലക്ഷം ആളുകൾക്ക് പട്ടയം കൊടുത്ത ഗവൺമെന്റ്, 6 ലക്ഷം ആളുകൾക്ക് പട്ടയം കൊടുത്ത ഗവൺമെന്റാണ്. അത് ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട നേട്ടമായി എടുത്ത് കാണിക്കുകയാണ്. ഇപ്പൊ സമീപത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്. നിങ്ങൾ സിനിമ കാണുന്ന ആളാണെങ്കിൽ ആ സിനിമയൊന്ന് കാണണം. നരിവേട്ട എന്ന സിനിമയുടെ പേര്. ആ സിനിമയിൽ ഒരാളെ കുറിച്ച് പറയട്ടെ. നിങ്ങൾ അസ്വസ്ഥമാവണ്ട സുഹൃത്തെ, അസ്വസ്ഥമാവണ്ട. നിങ്ങൾ അവിടെ ഇരിക്കേ. ആ സിനിമയിൽ പറയട്ടെ. എന്റെ അവസരമാണ്. അവകാശം പറയരുത്. ഞങ്ങളെ വിമർശിക്കുന്ന സിനിമകൾക്ക് ആളുകൾ കാണട്ടെ. അതാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ ഇവിടെ കാണാൻ. ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുണ്ട്. ഭൂമി സമരത്തോട് ഒരു കാലത്തെ UDF ഗവൺമെന്റ് സമീപനം എന്തായിരുന്നു എന്ന് ഒരു സിനിമയിൽ കൂടി ഇപ്പോ വരച്ചു കാട്ടിയിട്ടുണ്ട്. ആ സിനിമ കാണണം. ഇപ്പൊ ചരിത്രത്തിൽ എല്ലാ കാലത്തും ആദിവാസികളോട് അങ്ങേയറ്റത്തെ വിദ്വേഷത്തോടു കൂടി അവരെ വെടിവെച്ച് കൊന്ന ഗവൺമെന്റാണ് UDF ഗവൺമെന്റ്. അവരുടെ വക്താക്കളാണ് ഇപ്പൊ ഭൂമിയെ കുറിച്ച് ഇവിടെ പറയുന്നത്. 6 ലക്ഷം ആളുകൾക്ക് ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ പട്ടയം കണക്കാണ്. തർക്കത്തിലേക്കല്ല, അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ സമയമാണ്, അദ്ദേഹം പറയട്ടെ. 200 രൂപയിൽ നിന്ന് 1600 രൂപയാകിയിട്ട് ഇവിടെയുള്ള പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ കൊടുക്കുന്നില്ലേ? ആരാ കൊടുക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് ഈ കേരളത്തിലല്ല ജീവിക്കുന്നത്, ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തണ്ട. ഇവിടെ 200 രൂപ പറയും. ഒരു തർക്കമല്ല. അദ്ദേഹം പറയട്ടെ. അത് കഴിഞ്ഞ് ചോദ്യങ്ങളുടെ ആദിവാസികളെ വെടിവെച്ചു കൊന്ന ഗവൺമെന്റിന്റെ വക്താക്കളായിട്ടുള്ള നിങ്ങൾക്ക് ആദിവാസി ഭൂമി വിതരണത്തെ കുറിച്ച് പറയാനുള്ള അവകാശമില്ല. അതുകൊണ്ട് നിലമ്പൂരിലും കേരളത്തിലുടനീളം പാർശ്വവൽക്കരിക്കപ്പെടുന്ന വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്. ഭൂപരിഷ്കരണ നിയമത്തെ ഇല്ലാതാക്കാൻ നോക്കി. ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയിട്ട് ഒരു ചോദ്യമെല്ലാം ഇങ്ങോട്ട് ചോദിക്കുക. ആദിവാസി ഭൂസമരത്തിന്റെ ഭാഗമായിട്ട് ആദിവാസികളെ വെടിവെച്ച് കൊന്നവരാ നിങ്ങൾ. ആദിവാസിയെ വെടിവെച്ച് കൊന്നവരാ നിങ്ങൾ. നിങ്ങൾ ആന്റണി, നിങ്ങൾ ഉമ്മൻചാണ്ടി ആദിവാസി സമരങ്ങളോട് വെടിവെച്ച് കൊന്നു. ആദിവാസി സമരത്തെ വെടിവെച്ചില്ലാതാക്കി. ആദിവാസികളുടെ കുടിലുകൾക്ക് തീക്കൊളുത്തി. ആദിവാസികളുടെ കുടിലുകൾക്ക് തീക്കൊളുത്തി. ആദിവാസിയുടെ കുടില് തീക്കൊളുത്തിയിട്ടുള്ള പരാധവന്മാരാണ് നിങ്ങൾ. ശരി, അങ്ങ് നിലപാട് പറഞ്ഞു. അവരെ വെടിവെച്ച് അങ്ങ് നിലപാട് പറഞ്ഞു. ഈ സ്പെസിഫിക് വിഷയത്തിൽ അങ്ങേക്ക് അത് വിഷയം അറിയുന്നതാണോ? അങ്ങ് എല്ലാ വിഷയവും എടുത്ത് എല്ലാ വിഷയം അറിയണമെന്നില്ല. അറിയുന്ന വിഷയമാണോ? അങ്ങേക്ക് അതിൽ മറുപടി ഉണ്ടോ? പ്രാദേശികമായിട്ട് പലയിടങ്ങളിലും പല വിധത്തിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. ആ സമരങ്ങളോടെല്ലാം ഗവൺമെന്റ് അനുഭാവപൂർണമായ സമയം സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അതിനോടെല്ലാം അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലാ കളക്ടറേറ്റ് കൊടുത്ത ഉറപ്പ് പാലിക്കപ്പെടാത്തതിന്റെ പേരിൽ വീണ്ടും മലപ്പുറം ജില്ലാ കളക്ടറേറ്റിന് മുന്നിലെ ആദിവാസിക്ക് ശരി ശരി, പലവിധ വിഷയങ്ങളുണ്ട്. ഒരു വിഷയത്തിൽ നമ്മൾ ആന്റണിയുടെ വാഗ്ദാനം 5 ഏക്കർ പോയിട്ട് 5 സെന്റ് കൊടുത്തിട്ടില്ല. ആദിവാസികൾ അവിടെ ഭൂമിയിൽ അവിടെ സമരം ചെയ്തു, വെടിവെച്ച് കൊന്നു, ആദിവാസികളുടെ കുടിലുകൾക്ക് തീ കൊളുത്തി കളഞ്ഞു. ഒറ്റ പോയിന്റ് ഈ വിഷയം അവസാനിപ്പിക്കണം. നിലമ്പൂരിന്റെ ചരിത്രം പറയുമ്പോൾ കേരളത്തിന്റെ നിലമ്പൂരിന്റെ ചരിത്രം പറയുമ്പോൾ എല്ലാ ചരിത്രവും പറയും. ആഗോള രാഷ്ട്രീയവും പറയും. അത് നിന്റെ സീറ്റ് വേണ്ട. ആഗോള രാഷ്ട്രീയം പറയും. നിലമ്പൂർ ഇലക്ഷനിൽ ആഗോള രാഷ്ട്രീയം പറയും. അത് നിന്റെ ഒന്നും സീറ്റ് വേണ്ട. ആഗോള രാഷ്ട്രീയം ചർച്ച ചെയ്യും. ശരി, നിലമ്പൂരിന്റെ തിരഞ്ഞെടുപ്പാകുമ്പോൾ നിന്റെ സമ്മതം ആവശ്യമില്ല. നിലമ്പൂരിലെ പ്രശ്നം പറയും, അമേരിക്കയിലെ പ്രശ്നം പറയും, പലസ്തീനിലെ പ്രശ്നം പറയും. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. അത് നിങ്ങളുടെ അനുവാദം ആവശ്യമില്ല. നിങ്ങളൊന്നും അനുവാദം ആവശ്യമില്ല. എല്ലാം പരസ്പര ബന്ധിതമാണ്. എല്ലാ രാഷ്ട്രീയവും ചർച്ച ചെയ്യും. ഒരു നിമിഷം ശ്രീ സനോജ്, ഒരു നിമിഷം ചർച്ച ചെയ്യും. എന്തിനാ നിങ്ങൾക്ക് ഇത്ര ഭയപ്പാട്? അങ്ങനെയല്ല എന്തിനാണ് അഭിപ്രായം. ഒരു നിമിഷം, എന്തിനാ നിങ്ങൾ ഭയക്കുന്നു?